സർക്കാർ തലത്തിലുള്ള അനുമതികൾ ലഭിച്ചിട്ട് തന്നെ വർഷങ്ങളായെങ്കിലും കോട്ടപ്പുറം ഓവർബ്രിഡ്ജ് നിർമ്മാണം എന്നാരംഭിക്കുമെന്ന് പോലും പറയാനാകാത്ത സാഹചര്യമാണ്. നഗരത്തിലെ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാണ് പുതിയ കോട്ടപ്പുറം ഓവർബ്രിഡ്ജ്. പൂങ്കുന്നം ഭാഗത്തു നിന്ന് സ്വരാജ് റൗണ്ടിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് ഈ ഓവർബ്രിഡ്ജ് പൂർത്തിയായാൽ എളുപ്പത്തിൽ നഗരത്തിലെത്താൻ സാധിക്കും. ഇപ്പോൾ പൂങ്കുന്നം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ശങ്കരയ്യർ റോഡ് വഴി MG റോഡിൽ പ്രവേശിച്ചാണ് റൗണ്ടിലേക്ക് എത്തുന്നത്. അയ്യന്തോൾ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളും MG റോഡിലേക്ക് എത്തുന്നതോടെ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് MG റോഡിൽ ദിവസം മുഴുവനും അനുഭവപ്പെടുന്നത്. MG റോഡിൽ നിലവിലുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ വീതി കുറവും ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നുണ്ട്. കോട്ടപ്പുറത്ത് പുതിയ ഓവർബ്രിഡ്ജ് യാഥാർത്ഥ്യമായാൽ പൂങ്കുന്നം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാനാകും. ഇത് MG റോഡിലെ തിരക്ക് പകുതിയായി കുറയ്ക്കും. പൂങ്കുന്നം മേൽപ്പാലത്തിലെ ഗതാഗതക്കുരുക്കിനും ഒരു പരിധിവരെ പരിഹാരമാകും. പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി റെയിൽവേയുടെ അനുമതിയും ലഭിച്ചുവെങ്കിലും ഇതുവരെയും നിർമ്മാണ നടപടികൾ തുടങ്ങാനായിട്ടില്ല. ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിനും അനുബന്ധ റോഡ് വികസനത്തിനുമുള്ള സ്ഥലം ഏറ്റെടുക്കുന്നത് വൈകുന്നതാണ് കാരണം. MG റോഡിലെ തിരക്ക് ഒഴിവാക്കാൻ കോട്ടപ്പുറം വഴി യാത്ര ചെയ്യുന്ന പലരും ഇപ്പോൾ ഇവിടെ റെയിൽവേ ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. കേരളവർമ്മ കോളേജ് ഉൾപ്പെടെ സുപ്രധാനമായ സ്ഥാപനങ്ങൾ പലതും സ്ഥിതി ചെയ്യുന്ന പൂങ്കുന്നത്തേക്കുള്ള യാത്ര പലരും ഇതുവഴിയാണ്. കോളേജ്, ഓഫീസ് സമയങ്ങളിൽ MG റോഡിലെ തിരക്ക് ഒഴിവാക്കാനാണ് പലരും ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇവിടെയും പലപ്പോഴും വലിയ കുരുക്ക് അനുഭവപ്പെടുന്നു. സമാന്തരമായി തിരുവമ്പാടിയിൽ നിന്ന് പൂങ്കുന്നത്തേക്കുള്ള റോഡിലും റെയിൽവേ ഗേറ്റുണ്ട്. ഈ റെയിൽവേ ഗേറ്റിലും വാഹനങ്ങൾ കുരുങ്ങുന്നത് പതിവാണ്. കോട്ടപ്പുറത്ത് പുതിയ ഓവർബ്രിഡ്ജ് യാഥാർത്ഥ്യമായാൽ തിരുവമ്പാടിയുടെ മുന്നിലെ തിരക്കും കുറയ്ക്കാൻ സാധിക്കും.